നമസ്കാരം, എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാട്ട് ഈസ് ഇൻ നേഴ്സസ് ബാഗ്? അപ്പൊ ഒരു നേഴ്സിന്റെ ബാഗിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതെന്റെ ഒരു പഴയ ബാഗാണ്. എന്നിരുന്നാൽ പോലും ഞാൻ മാക്സിന്ന് വാങ്ങിയ ഒരു ബാഗാണ്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലുതാണ്. പിന്നെ ഇതിന് ഈ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഒരു നേഴ്സ് ബാഗിൽ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് കേട്ടോ. ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ നഴ്സസിന്റെ ബാഗിലും ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇല്ലാതെ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക്. എല്ലാ നഴ്സസിന്റെ ബാഗിലും ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും മാസ്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മാസ്ക് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു മേക്കപ്പ് ബാഗാണ് ഗൈസ്. അപ്പോൾ ഇത് എന്റെ കൊച്ചിന് വാങ്ങിയ ബാഗാണ്. അത് ഞാൻ അടിച്ചു മാറ്റി അതിൽ ഞാൻ എന്റെ ഇട്ടു. ഇതിലുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച്. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന്റെ എല്ലാം ഇവിടെ ഒന്നും വാച്ച് കെട്ടാനായിട്ട് അലോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഒരു വാച്ച്, ഇത് ആപ്പിളിന്റെ വാച്ചാണ് ഗൈസ്. ഒരു 2 വർഷം മുന്നേ വാങ്ങിയതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വാലറ്റ്. അപ്പൊ ഇതിലെന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസ്. പിന്നെ എന്റെ മൈക്കിന്റെ കവർ. ഇതിനകത്ത് മറ്റേ മൈക്കിന്റെ ഒരു അല്ലാത്ത കുറച്ച് പെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ലോങ് ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പൊ ഞാനത് പൊട്ടിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചതാട്ടോ. അപ്പൊ അത്, പിന്നെ ചാർജറിന്റെ ഒരു വയറ്, ഒരു ക്യാനുലയാണ് ഗായ്സ്. ഇതെനിക്ക് തോന്നുന്നു പണ്ടെപ്പോഴും ബാഗിൽ വന്ന് കിടന്നതാണ് കേട്ടോ. അതുപോലെ ഒരു നീഡില്, അതുപോലെ അടുത്തത് സ്വാബ്, ആൽക്കഹോൾ സ്വാബ്. ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ എന്തൊക്കെയാണ് നഴ്സസിന്റെ ബാഗിൽ എന്നുള്ളത്. അത് നമുക്ക് ഈ ഒരു പെന്നല്ല, എന്റെ അടുത്ത് കുറെ പെന്നുകൾ ഉണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ എന്റെ പിള്ളേരെല്ലാം എടുത്തിട്ട് ഇപ്പൊ ഒരെണ്ണുള്ളൂ. പക്ഷെ ആക്ച്വലി ഞാൻ 2-3 പെന്നുകൾ ബാഗിൽ എന്തായാലും നഴ്സസിന് ഇമ്പോർട്ടന്റ് ആയി വേണ്ട ഒരു കാര്യം പെന്നില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പെന്ന്, പിന്നെ എന്റെ ഒരു ഡയറി ഞാൻ എന്താകുമ്പോ കുറെ ടോപ്പിക്കുകള് അങ്ങനെ നേഴ്സസിന്റെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി എഴുതാനായിട്ടൊരു സാധാ ഒരു ഡയറി. പിന്നെ ബാൻഡേജ്, മുറിവ് പറ്റുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബാൻഡേജുകള്. പിന്നെ പ്ലാസ്റ്റർ, അതിന്റെ തന്നെ വലിയൊരു പ്ലാസ്റ്റർ. പിന്നെ കോമ്പ് വേണമല്ലോ. നമ്മള് ഇവിടുന്ന് കളർ ഡ്രസ്സിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് യൂണിഫോം ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, കോമ്പ് വേണം. അപ്പൊ ഒരു കോമ്പ്. പിന്നെ ബാൻഡേജ്, അതിന്റെ തന്നെ നമുക്ക് വലിയൊരു ബാൻഡേജ്. ഇതൊക്കെ സ്ഥിരമായിട്ട് എന്റെ കയ്യിൽ ഉണ്ടാവാറുള്ളതാട്ടോ. ഒരു ഫസ്റ്റ് എയ്ഡ് മൊത്തത്തിൽ എന്റെ ബാഗിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഒരു സിറിഞ്ചിലൊക്കെ ഇങ്ങനെ അറിയാണ്ടൊക്കെ സിറിഞ്ചും കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ പെടും. പിന്നെ അത് യൂണിഫോം എന്താക്കും മാറ്റി കൊണ്ടുവരുമ്പോ ചിലപ്പോൾ പോക്കറ്റിനകത്ത് കിടക്കും. അതെടുത്ത് ബാഗിന്റെ ഉള്ളിൽ ഇടും. അങ്ങനെ പറ്റിയതാണ് ഒരു സിറിഞ്ച് കേട്ടോ. പിന്നെ ബാൻഡേജിന് തന്നെ ബാലൻസ്. പിന്നെ ഇത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എനിക്ക് വളരെ കുറവാണ്. യുഎയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. എല്ലാവരും തന്നെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് വീക്കിലി ആണ് കഴിക്കുന്നത് കേട്ടോ. 6000 അതൊരെണ്ണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു സ്പെക്സ്, മറ്റേ എന്നും കമ്പ്യൂട്ടറിന്റെ മുന്നിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെക്സ്. പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല, ബാഗിൽ ഇങ്ങനെ കൊണ്ടെടുക്കുന്നുള്ളൂ. പിന്നെ എന്റെ ID കാർഡ്. പിന്നെ ഹോമിയോ ഗുളിക ഫോർ ഗ്യാസ്ട്രൈറ്റിസ്. എനിക്ക് ഗ്യാസ്ട്രൈറ്റിസിന്റെ ഒരു വലിയ ഇഷ്യൂ ആണ് ഗൈസ്. ഓൾമോസ്റ്റ് നേഴ്സസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്യാസ്ട്രൈറ്റിസ്. നമുക്ക് ടൈമിൽ ഭക്ഷണം കഴിക്കാനായിട്ട് എന്നും പറ്റാറില്ല. അപ്പൊ ഗ്യാസ് കുടുങ്ങും. അപ്പൊ എനിക്ക് ഹോമിയോ ഗുളിക എടുക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. അപ്പൊ ഞാൻ കോട്ടക്കൽ നിന്ന് വാങ്ങിയതാണ് ഈ ഹോമിയോ ടാബ്ലറ്റ്. പിന്നെ എന്റെ പിള്ളേരുടെ മറ്റേ ഇതില്ലേ, വിക്സിന്റെ തന്നെ വേറൊരു സാധനത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, സ്ലീപ്പ് എയ്ഡ്. അത് നമ്മളിങ്ങനെ ഇവിടെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മണം വരില്ലേ. അപ്പൊ അത് എങ്ങനെയോ എന്റെ ബാഗിനകത്ത് പെട്ടതാണ് അത്. പിന്നെ എന്റെ വീടിന്റെ ചാവി. പിന്നെ ഒരു ചെറിയ ബാൻഡേജ്, റൗണ്ടിലുള്ള ബാൻഡേജ്. പിന്നെ ഹൈ ഡ്രോപ്സ്. പിന്നെ ആ ഹോമിയോ ഗുളിക പറഞ്ഞില്ല, അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ആട്ടോ, ബ്ലാക്ക് കളർ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം. ഇതൊരു നാളെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവ് ആട്ടോ. ഇതും കോട്ടക്കൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറൊരു ചാർജർ.
അപ്പൊ അത്രേ ഉള്ളൂ എന്റെ ബാഗിനകത്ത്. ബാഗിന്റെ ഉള്ളിലൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു കുഞ്ഞ് സിബ് ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഒരു ചെറുതും കൂടി ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മൈക്ക്. അതായത് ഞാനിപ്പോ വീഡിയോ എനിക്ക് വീട്ടിൽ വന്ന് ചെയ്യാനായിട്ട് അധികം സമയം കിട്ടാറില്ല. വന്ന് ചെയ്താലും പിള്ളേരുടെ ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് മോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ എന്നും പുറത്തുനിന്ന് എവിടുന്നെങ്കിലും നേരത്തെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും രാവിലെ തന്നെ പോകും. അപ്പൊ ആ സമയങ്ങളിലൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നിട്ട് തന്നെയാണ് വീഡിയോസുകളൊക്കെ ഓൾമോസ്റ്റ് എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ മൈക്ക് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകാറുണ്ട്. ഇപ്പോഴും ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാലൻസ് ആയിട്ടുള്ള കേട്ടോ അത്. പിന്നെ ടാബ്ലറ്റ്, പാരസെറ്റമോള്, അതുപോലെ തന്നെ പെയിനുള്ള മെഫ്താൽ സ്പാസ് കേട്ടോ. വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു പോയി. ഇനിയിപ്പോ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് ഞാനിത് ഇത് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും, പക്ഷെ ഒന്നുമല്ല. അപ്പൊ ഞാൻ ഇത് രണ്ടും ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് മെഫ്താൽ സ്പാസ് ഇല്ലാണ്ട് പീരീഡ്സിന്റെ സമയത്ത് അൺസൈക്കബിൾ വേദനയാണ്. എന്നും ഞാൻ റെഗുലർ അഡിക്റ്റ് ആണ് ഈ മെഫ്താൽ സ്പാസ്. ഇതിപ്പോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, തീരാറായിട്ടുണ്ട്. അപ്പൊ ഇത്, പിന്നെ എന്റെ ക്രെഡിറ്റ് കാർഡ്, ഇത് എന്റെ വാലറ്റിലുണ്ട്, അല്ലാണ്ട് ഞാൻ ഇത് ചുമ്മാ ഇട്ടേക്കണം. പിന്നെ ഇത് നോവൽ കാർഡ്, അറിയാലോ ബസ്സിൽ ട്രെയിനിലും മെട്രോയിലും യാത്ര ചെയ്യണമെങ്കിൽ നോവൽ കാർഡ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ അത്, പിന്നെ എന്റെ ഒരു കാർഡ്, പിന്നെ എന്റെ എയർപോഡ്, അത്. പിന്നെ അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ ഈ ബാഗിനകത്ത്. പിന്നെ ഞാൻ കണ്ടില്ല, ഇത്രയാണ് ഒരു ബാഗിന്റെ ഉള്ളിൽ ഞാൻ ക്യാരി ചെയ്യുന്നത്. ഇത് കൂടാണ്ട് തന്നെ എന്റെ യൂണിഫോം നമ്മളിപ്പോ ഡെയിലി ചേഞ്ച് ചെയ്യുള്ളൂ, അതിന് വേറൊരു ബാഗ്, അതുപോലെ തന്നെ ഫുഡ് കൊണ്ടുപോകാനായിട്ട് വേറൊരു ബാഗും. ഇത്രയും ക്യാരി ചെയ്തിട്ടാണ് ഞാൻ എന്ന് ഹോസ്പിറ്റലിൽ പോകാറുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ മാറ്റി വെച്ച എന്റെ മേക്കപ്പ് സെറ്റുകളില്ല, അതിലെന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു സ്ക്രീനാണേ, പിന്നെ മേബിലിന്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഞാൻ ആദ്യം ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, യു എയിൽ വന്നപ്പോൾ മുതലാണ് ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ മേബിലിന്റെ ഒരു ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ ഒരു ലിപ് ബാം, ഫെയർ ആൻഡ് ലവ്ലി അത്, പിന്നെ ഒരു ഹാൻഡ് ക്രീം കേട്ടോ, മോയ്സ്ചറൈസിങ് ക്രീം. ഇതൊരു ലിപ് ബാം ആണ്, ഇത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്, നഴ്സസ് ഡേക്ക് കേട്ടോ. പിന്നെ വിക്സ്, അറിയാലോ തലവേദനയാണ് എന്നും, അതുകൊണ്ട് ഒരു വിക്സ് എന്നും കാര്യണ്ടാവും. പിന്നെ ഒരു സിസേഴ്സ്, ഇത് ആവശ്യമില്ല എന്നാലും ഇതാക്കുന്നുണ്ട്. പിന്നെ ഒരു അത്തറ്, ഐലൈനർ, പിന്നെ ഒരു ഐബ്രോ പെൻസില്. പിന്നെ ഇത് എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ്, മാഗ്നറ്റിന്റെ ഒരു ഇത് കേട്ടോ, ദുബായ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ഇപ്പൊ വെക്കാറില്ല, ഓൾറെഡി ഇപ്പൊ ദുബായ് ഹെൽത്തിന്റെ ഇത് ഉണ്ട് യൂണിഫോമില്. അപ്പൊ അതൊരു ഇത്. അപ്പൊ അത്രയാണ് എന്റെ ഈ മേക്കപ്പ് സെറ്റിലകത്ത് വരുന്നത്. പിന്നെ എന്റെ വാലറ്റിൽ എല്ലാവർക്കും അറിയാലോ കാർഡ്സ്, എന്റെ പിള്ളേരുടെ എമിറേറ്റ്സ് ID, അതുപോലെ തന്നെ എന്റെ കുറെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, എല്ലാതും ഇതിനകത്തോട്ട് വെക്കുന്നത്. പൈസ ഒന്നുമില്ല, എക്സ്ട്രാ കാർഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ, എന്റെ നേഴ്സസ് ബാഗ് എന്നുള്ള ഒരു വീഡിയോ. അപ്പൊ എല്ലാ നേഴ്സസിന്റെയും ബാഗിൽ ഇതുപോലൊക്കെ തന്നെയാണോ എന്നുള്ളത് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും മെസ്സേജ് അയക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.